ക്ഷീണം പറയല്ല, റെസ്റ്റ് എടുക്കുക. ഈ പ്ലാസ്റ്റിക്കിന്റെ മെഡലും വേണ്ടിയിട്ടല്ല അവർ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്. ഞാനിത് ഭയങ്കര റോയായിട്ട് തന്നെയാണ് പറയുന്നത്. ഇത്രയൊന്നും എടുക്കാൻ നിൽക്കല്ല, കാരണം തൊട്ടടുത്ത ആൾക്കാരുണ്ട് ഇടിക്കും. ഇപ്പോഴത്തെ ഫിസിക്സ് ഒന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം പഴയ വീഡിയോസ് ആണ്. ഞാനിപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ളവർ ആരൊക്കെയാണെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്കുള്ള ഒരു സംഭവം ഈ ട്രോഫി ഒന്നും വരുന്നില്ല. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഇവിടെ ഒരു പുതിയൊരു എഡിഷൻ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണ് ട്രെൻഡിങ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വക നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി വന്നതാണ്. കോമ്പറ്റീഷൻ തുടങ്ങുമെന്ന് പറഞ്ഞത് 12 മണിക്കാണെങ്കിലും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. ഞങ്ങളാണെങ്കിൽ തിരിച്ചു പോകാനുള്ളത് 11:30 ബസ്സും ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ബസ് പോണതിന് മുമ്പെങ്കിലും ഒരു കാറ്ററിംഗ് നടന്നാൽ മതിയായിരുന്നു. അറിയില്ല, എല്ലാ കോമ്പറ്റീഷനും ഇത്രയും ലാഗാണ്, എന്താണെന്ന് അറിയില്ല. സ്റ്റേജൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു, സ്റ്റേജൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം സ്റ്റേജൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇതാണ് എൻട്രൻസ് വരുന്നത്. കേരള നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ട്രിവാൻഡ്രം എഡിഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് നോ ആൾക്കാരൊക്കെ എത്തിയില്ലോ എന്നുള്ള കേസ്. സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. രാവിലെ ഒരു 6 മണിക്ക് ബസ്സിൽ കയറിയതാണ്. അത്യാവശ്യം നല്ല സ്റ്റേജ് കേട്ടോ, കുഴപ്പമില്ല. യെസ്, നൈറ്റൊക്കെ ആവും പരിപാടി തുടങ്ങുമ്പോൾ. പക്ഷേ എനിക്കറിയില്ല, വിച്ച് മീൻസ് ഞങ്ങൾ ഓൾറെഡി തിരിച്ചു പോകാനുള്ള ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര സമയം ഇത് എത്ര നേരം മുമ്പ് തുടങ്ങും എന്നുള്ള ഒരു പിടുത്തവുമില്ല. യൂഷ്വലി അറിയാമല്ലോ, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ എപ്പോഴും ലാഗായിട്ടേ തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് കാണാൻ പറ്റുമോ എന്നുള്ള കേസ് എനിക്കറിയില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി പറ്റുന്നതൊക്കെ കവർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോളോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ശബരി ലിപ്സ് കഴിഞ്ഞ ദിവസം എനിക്ക് നിന്നെ അറിയാം. എനിക്കറിയാം. ശബരി എന്നുള്ള പേര് എനിക്ക് സ്ട്രൈക്കിങ്ങാ. ആ ഒരു പ്രൊഫൈല് അമ്മയായിട്ടുള്ള അന്ന് ഞാൻ വീഡിയോ കാണാറുണ്ട്. അഡ്രസ് ഉണ്ട്. ബ്രോ ഇറങ്ങുന്നുണ്ടോ? അയ്യോ ബോസ്, ബോഡി ബിൽഡിംഗ് ഒക്കെ മ്യൂസിയം പോകാൻ സെറ്റാക്കാം ചെറുതായിട്ട്. പോസിംഗ് നേരത്തെ പഠിക്കണ്ടേ ബ്രോ? ഭയങ്കര തിരക്ക് കുറവല്ലേ? എത്ര പേര് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് അറിയാമോ? പ്രപ്പിന് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ല, പോളിഗ്രാഫി അത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് പേര് രജിസ്റ്റർ ചെയ്ത് ഇന്ന് ബസ് കിട്ടിയില്ലായിരുന്നു കുറേ പേർക്ക്. അപ്പോൾ അവർ ഇന്ന് വന്ന് പോളിഗ്രാഫി ചെയ്തു. അപ്പം അവരെ വേറെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അവരുടെ റിസൾട്ട് വരുന്നുണ്ട്. പോളിഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? നല്ല അത്യാവശ്യം നല്ല എങ്ങനെയാണ് അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ മെയിനായിട്ട് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ എല്ലാവരും ഇപ്പോൾ 2-3 പേരെ സംശയം തോന്നിയവരെല്ലാം വന്നിട്ട് മാറ്റി നിർത്തി നുണപരിശോധന അങ്ങനെ ചെക്കൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു? അത് എക്യുപ്മെന്റ്സ് ആയിട്ടൊന്നും വെച്ചില്ല. ഇവർ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ അവിടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി. പിന്നെ പോളിഗ്രാഫിൽ പുള്ളി വന്ന് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ഗ്രൂപ്പിൽ പറഞ്ഞു പോളിഗ്രാഫി ചെയ്ത വീഡിയോ ഞാൻ എൻ്റെ കിടപ്പുണ്ട്, വാട്സപ്പിൽ കിടപ്പുണ്ട്. ബ്രോ അവർ അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പേര് പോസിറ്റീവായിട്ടുണ്ട്. അവർക്ക് ട്രെയിൻ നമ്പർ തരുത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല, ഞാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോയത് ഡേ 1 ഡേ 2 ഡേ 2. ഞാൻ 2 സമയത്തുണ്ട്. ഞാൻ ആ ബാക്കിലും കണ്ടുപിടിക്കാൻ പാടാം. വലിയ സ്റ്റേജ് അല്ലായിരുന്നു. എന്തിന്റെ വിശേഷങ്ങളൊക്കെ? അപ്പൊ ഇതിന്റെ അത്ലറ്റ് ആയോ ബ്രോ? ജസ്റ്റ് മേടിച്ചതാ, ഇഷ്ടം കൊണ്ട് മേടിച്ച. വരും ബ്രോ, വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അശ്വിൻ നമ്മളെ അമ്പാടി ബ്രോ കമന്റ് ഇട്ടായിരുന്നു അങ്ങനെ ബ്രോനെ പറ്റി. ഞാൻ നാച്ചുറൽ വീഡിയോ എന്ത് കമന്റ്? വേറൊന്നുമില്ല, ജസ്റ്റ് ഇത് ഞാനല്ലേ? അതാണ് കുറച്ച് ഇത് ഞാനല്ലേ അന്ന് വരുമെന്ന് പറഞ്ഞിട്ടതാ ബ്രോ. ഇതാണ് ഇട്ട വീഡിയോ. അപ്പൊ അശ്വിൻ ബ്രോയിൽ കമന്റ് ഇട്ടു. നമ്മൾ ഈ നാറ്റീനെ പറ്റി ഒരുപാട് ഇത് വന്നിട്ടില്ല അങ്ങനെ ഇട്ടത്. അപ്പൊ ഞാൻ ഒരു ഓണസ്റ്റ് ഉണ്ടായിട്ട് ഇട്ടത്. അങ്ങനെ ഇട്ടപ്പോ ബ്രോ കമന്റ് ഇട്ടായിരുന്നു. അശ്വിന്റെ ഒരു ചെറിയ വോയിസ് കോഡ് ഉണ്ട് എന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു അശ്വിൻ ബ്രോനെ പമ്പാടിയെ പോലെ ഇരിക്കുന്നത്. ഞാൻ നല്ലൊന്ന് പെരുവി ഇരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അശ്വിൻ ബ്രോനെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം കാണണമെന്നുണ്ട്, പക്ഷേ ഇത് കണ്ടിട്ടില്ല.
എപ്പോഴും ടാൻ അടിക്കുന്ന സമയം 60-ലാണ് ഏ ജൂനിയർ 60 kg-ലാണ് 60 kg-ലാണ്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം സമയം അറിയുമോ? കാരണം ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പോകും. ഇത് കഴിയുന്നവരെ നിൽക്കില്ല ഇവിടെ. ഓൾറെഡി ബസ് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, രാത്രി ആണെങ്കിൽ പാടാവും. ഓക്കെ, അത് വൈകുന്നേരം സമയമാണ്, തുടക്കം തന്നെയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഒരു 9 മണിക്ക് ശേഷമാണെങ്കിൽ ഇത് പെട്ടുപോകും. എങ്ങനെ അടിക്കേണ്ടതെന്ന് എനിക്ക് വലിയിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ കോമ്പറ്റീഷൻ പോയിട്ടുള്ളൂ. ലെറ്റ്സ് സീ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇറങ്ങുന്നുണ്ടോ കോമ്പറ്റീഷൻ? മെൻസ് ഫിസിക്കാണോ ഇറങ്ങുന്നത്? ആ, എൻ്റെ 2 ക്ലയൻസ് ഇറങ്ങുന്നുണ്ട്. കോച്ചിങ്. ആ, ഒരാൾ ട്രിവാൻഡ്രം, ഒരാൾ കൊല്ലം തോന്നുന്നു. അതിൻ്റെ ഒപ്പം ചെറുതായിട്ട് ബ്ലോഗ് എടുത്തിട്ടൊക്കെ പോകാൻ ആലോചിച്ചു. എന്തായാലും വന്നല്ലേ, അങ്ങനെയൊക്കെ. ജോബിൻ. ഞാൻ തൊടുപുഴ. ഇവിടെ എവിടെയാ? കൊല്ലത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നാൽ ഇറങ്ങണ്ടോ? ഏതാ ഇറങ്ങുന്നത്? മെൻസ് ഫിസിക്ക. ആ, ക്ലാസ് ഫിസിക് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് ഫിസിക്. പോസിംഗ് ഒക്കെ റെഡിയായോ? സെറ്റാക്ക് പറ്റുന്ന പോലെ. കണ്ടിട്ട് ഫസ്റ്റ് കോമ്പറ്റീഷൻ ആണോ? ഇറങ്ങണ്ടോ? സെറ്റാക്ക്. ഇതാണ് നാച്ചുറൽ മിസ്റ്റർ കേരള ട്രിവാൻഡ്രം എഡിഷൻ്റെ സ്റ്റേജ് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ വന്നിട്ട് എനിക്കൊരു അടിസ്ഥാനത്തിൽ കുറച്ച് പേരൊക്കെ പുറത്തായിട്ടുള്ളതാണ് കേൾക്കാൻ വേണ്ടിച്ചു. അതിൻ്റെ വിഷ്വൽസോ ഞാൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോമ്പറ്റീഷൻ എപ്പോൾ തുടങ്ങും എന്നറിയില്ല. 12 മണിക്ക് സ്റ്റാർട്ട്, 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അറൗണ്ട് 3 മണി ആവാറായി. ഇത് എല്ലാ കോമ്പറ്റീഷൻ്റെയും സെയിം അവസ്ഥ ഇത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഹിയർ വി ഹാവ് ഡയമണ്ട് ആണോ ഡയമണ്ട് ആണോ? ഡയമണ്ട്. എന്താണ് പറയാനുള്ളത്? ആഫ്റ്റർ എ ലോങ് വൈൽ. എന്ത് പറയട്ടെ, കോമ്പറ്റീഷൻ നന്നായി പോണു. ഒരുപാട് സത്യം പറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേജാണ്. എങ്ങനെയാണെന്ന് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും. പിന്നെന്താ എൻ്റെ അപ്ഡേറ്റ്സ്? ICN ബാംഗ്ലൂർ ഇറങ്ങാൻ പ്ലാൻ ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വേറെന്താ പറയാ, ഭയങ്കര നാണാ ഇവൻ. അന്നുവാണെങ്കിലും ഇന്നുവാണെങ്കിലും നാണത്തിനൊരു കുറവുമില്ല. അപ്പോൾ നന്നായിട്ട് കോമ്പറ്റീഷൻ നമ്മൾ അന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. രണ്ടുമായിട്ട് അതൊന്നും കിടിലോട്ട് ഞാൻ ഇറങ്ങും. അതെ, അവൻ്റെ ആപ്സ് ഒന്ന് കാണിക്കാൻ താല്പര്യമുണ്ടോ? നിന്റെ ആപ്സ് ഇഷ്ടപ്പെടുന്നത്? ഒട്ടുമില്ല. ഇപ്പോഴത്തെ ഫിസിക് ഒന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം വിട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം പഴയ വീഡിയോസാണ്. അപ്പം അത് കണ്ടാലും തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. പലരും എല്ലാം ഹൈഡാക്കി വയ്ക്കുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് പറയണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ല കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം. ഏതായാലും മതി. കാണാൻ വന്നാണോ അതോ ആരെയില്ല? നമ്മളെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സെക്രട്ടേറിയറ്റ് നിന്ന് വലം വെച്ചുകൊണ്ടിരിക്കുക. സമയം എത്രടാ? സമയം ഏകദേശം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. കറങ്ങി വലം വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ അവിടെ അവരുടെ പോസ്റ്ററിൽ കണ്ടത് എങ്ങാണ്ട് 2 മണി ആവുമെന്നുള്ളതാണ്. 2 മണിക്ക് 1 മണിക്ക് കണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 3:30 ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എനിക്കറിയില്ല ഇത്രയും ലാഗ് എന്താണെന്നുള്ള കേസ്. ഒബ്വിയസ്ലി ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര ചൂടുണ്ട്. നമുക്ക് വെയിലത് തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്ര ലാഗ് എന്നുള്ള കേസ് മനസ്സിലാവുന്നില്ല. എന്താ നിന്റെ അഭിപ്രായം? എന്തുകൊണ്ട് ഇത്ര ലാഗ്? ഭയങ്കര ലാഗാ. എനിക്ക് തോന്നുന്നു സെറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്തൊക്കെ. എന്നാ പരിപാടി എന്നൊന്നും അറിയാൻ പാടില്ല. അറിയില്ല, സത്യം പറയാൻ മടുത്തു പോവാ. അപ്പോൾ
നമുക്ക് മടുത്തു. അപ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവരുടെ ഒരു അവസ്ഥയിൽ വെച്ചേക്കുക. ഇതിന് മേ ബി 11 മണി 12 മണി വരെയൊക്കെ പോവായിരിക്കും. 300 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഇതല്ല ഒരാൾ മാത്രമല്ല കേട്ടോ, മിക്ക കോമ്പറ്റീഷനും ഇങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടേക്കണത് കൃത്യസമയത്ത് കണ്ടേക്കണത് ഈ പറഞ്ഞ ICN-ഉം WNBF-ഉം അങ്ങനെയുള്ള നാഷണൽ ലെവലിലെ കോമ്പറ്റീഷനൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു സ്കെഡ്യൂളുണ്ട്. അതായത് ഞാനിപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ളവർ ആരൊക്കെയാണെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. ആ ലെവൽ എന്തായാലും വരാനുള്ള ഫേക്ക് ആയിട്ടുള്ളവരൊക്കെ വരും. എൻ്റെ പൊതുവെ നമ്മുടെ ആഗ്രഹമാണ് കോമ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കേസ്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കറക്റ്റ് സമയത്തിനെങ്കിലും നടക്കണ്ടേ. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഈ കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നവരോട് പറയാനുള്ളൂ. ഫസ്റ്റ് ടൈം ആണെങ്കിലും അല്ലെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കോമ്പറ്റീഷൻ ഇപ്പോൾ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അറിയില്ല, നല്ല ഡിലേ ആണ്. ഒരു ട്രങ്ക് നമ്പറൊന്നും അവർ ഇന്നലെ ആണ് ഞാൻ കേട്ടത്. അവരുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഇന്നലെ ആയിരുന്നു. പക്ഷേ ട്രങ്ക് നമ്പറൊക്കെ ഇപ്പോഴാണ് കൊടുക്കുന്നത്. സാധാരണ ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്നുള്ളൊരു ഡേ ഉണ്ട്. അതായത് തലേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ആ രീതിക്കുള്ള ദിവസങ്ങളിലെ ട്രങ്ക് നമ്പർ കൊടുത്ത് സെറ്റ് ചെയ്ത് വിടും. കാരണം പിറ്റേ ദിവസം വരുമ്പോൾ ഡിലേ ആവരുതല്ലോ. എനിക്ക് തോന്നുന്നു ട്രങ്ക് നമ്പർ ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ എക്സ്ട്രാ സമയം അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഇതൊരു വലിയൊരു ക്യൂ ആണിത്. ഇവരെല്ലാവരും ട്രങ്ക് നമ്പർ മേടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നല്ല പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു അത്ലറ്റ്സും ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നവർ ഈ ക്യൂ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ട്രങ്ക് നമ്പർ മേടിക്കാനായിട്ട്. അറിയില്ല. ഇത് സ്റ്റേജ് അത്യാവശ്യം ഹെവി സ്റ്റേജൊക്കെ തന്നെയാണ്, കോംപ്രമൈസ് ഒന്നുമില്ല. ബട്ട് ഇതെപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ. മനസ്സിലായിച്ചു കേട്ടോ. ഇറങ്ങണ്ടോ? ആള് കുറവല്ലേ, ഇറങ്ങണം വിചാരിച്ചിട്ടേ എവിടെ പോ? നിങ്ങളോട് സ്ഥലം? ഞാൻ തൊടുപുഴടാ. തൊടുപുഴ ഇവിടെ തന്നെ, തിരുവനന്തപുരം. തൊടുപുഴ അങ്ങ് ദൂരെയാ ബ്രോ. ഏതാ ജില്ല? ഏതാ? ഇടുക്കി ജില്ല. ഇടുക്കി. ഇവിടെ ഇറക്കാൻ വന്നാ? ഇല്ല, എൻ്റെ 2 ക്ലയൻസ് ഉണ്ട്, കാണാൻ വേണ്ടി വന്നു. ശരി. ഗൈസ്, കാത്തിരിപ്പിനൊടുവിൽ സബ് ജൂനിയർ കാറ്റഗറി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. 55 കാറ്റഗറി. സമയം 4:16. കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും. ഗൈസ്, ആള് അത്രയും നമ്മുടെ നാച്ചുറൽ കേരളത്തിൽ അത്ര ഉണ്ടായിട്ടില്ല. ഡെക്കാത്തോണ്ട് അത്ര ആൾക്കാരൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിലും വളരെ കുറച്ചാണ് ആൾക്കാരുള്ളത്. ഇതിലിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരാന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഗോൾഡ് കിട്ടുന്ന ആൾ ഓവർലോഡിലേക്ക് പോകും. ഇല്ല, എക്സ്ട്രാ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേ നല്ല ഒരു ക്ലാരിറ്റി, ആ ഒരു മൂഡ് വരും. ഇതിപ്പോൾ കുറച്ചും കൂടി വെയിലുള്ളതുകൊണ്ടാണ് ഒരു എക്സ്പോഷർ കയറി നിൽക്കുന്നത്. അടുത്ത കാറ്റഗറി 55 കാറ്റഗറിയാണ്. നേരത്തെ കരുത് 50 കാറ്റഗറി ആയിരുന്നു. പെട്ടെന്ന് ഒരു പരിപാടി തീർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി താമസിക്കാണ്ട് തീരുമാനിക്കും തോന്നുന്നു. കാരണം കഴിഞ്ഞ ലൈനപ്പിൽ ഒത്തിരി ആൾക്കാരും ഇല്ലായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ അറൗണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പേരുണ്ട് ഇതിൽ. 55 കാറ്റഗറി. ഒബ്വിയസ്ലി ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്യില്ലായിരിക്കും, നിങ്ങൾക്ക് അറിയാം. കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എടുക്കണം. ഞാൻ ജസ്റ്റ് ഓവർവ്യൂ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വ്ളോഗ് എടുക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്, എത്രത്തോളം ആൾക്കാർ വന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് ഇയർ കോമ്പീറ്റ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു ഇത് കിട്ടും. ഓക്കെ, ചെറിയൊരു സംഭവമുണ്ട്. ജസ്റ്റ് ഗോൾഡ് എന്നുള്ളൊരു കാറ്റഗറി മീൻസ് സാധാരണ ഇപ്പോൾ 3 പേരാണല്ലോ ഇതിൽ പ്രൈസ് കിട്ടുന്നത്. ആ 3 പേര് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ല. അത് എന്താ കാറ്റഗറി വിന്നർ, ദെൻ ഗോൾഡ്, ദെൻ സെക്കൻഡ് ആണ്. സോ അങ്ങനെ രീതിയിലാണ് ഇവർ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് കാറ്റഗറി ഗോൾഡ് ഒരാൾ, ദെൻ അവർ പറയുന്നത് കാറ്റഗറി വിന്നർ അല്ലെങ്കിൽ കാറ്റഗറി യെസ് ലൈക്ക് ദാറ്റ്. പിന്നെ വരുന്നത് സെക്കൻഡ് പ്രൈസ്. ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് 2 ഗോൾഡുണ്ട്, അതിലൊരാൾ ആ കാറ്റഗറിയിൽ ഓവറോൾ വിന്നർ. ആ ലെവലിലാണ് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് TVM എഡിഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ സബ് ജൂനിയറിലെ ഓവറോളിലേക്ക് മത്സരിക്കുന്നവർ മ്യൂസിക്കൽ പോസ്റ്റൊക്കെ ഉള്ളതാ കേട്ടോ. ആദ്യമായിട്ടൊരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ
കേരളത്തിലെ തന്നെ ഒരു നല്ലൊരു ഫിലിമിലെ സോങ് ഒക്കെ കേൾക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പീഡ് ബീറ്റ് കൊടുത്ത് ഒഴിവാക്കി വിടാറാ പതിവ്. ഇവിടെ ഒരു തമിഴ് സോങ് ഒക്കെ പ്ലേ ചെയ്തു കൊള്ളാം, ബട്ട് ആ സോങ്ങിൻ്റെ ഓറ ക്രിയേറ്റ് ചെയ്യാൻ അത്ലറ്റ്സ് നോക്കുന്നില്ല. സോ നമ്മൾ പോസ് ചെയ്യുമ്പോഴത്തേനും സോങ് അങ്ങ് അബ്സോർബ് ചെയ്യാം, ആ രീതിയിൽ പോസ് ചെയ്യാം. അത് കണ്ടില്ല, കുഴപ്പമില്ല, പിള്ളേരല്ലേ അവർ പഠിച്ച് വരുന്നുണ്ടല്ലോ, അവരുടെ വീട് അവർ അടിപൊളി അടിച്ച്. സോ ഇതിൽ നിന്നാണ് ഫൈനൽ സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. നമ്മുടെ പോസ്റ്റിംഗ് ക്ലയന്റ് ആട്ടോ പറഞ്ഞേ, എന്തുണ്ട് അഭിപ്രായം? ഞാൻ കണ്ടായിരുന്നു അവിടെ വെച്ച്, അപ്പോൾ ബ്രോ മറ്റേ ഇത് മേടിക്കാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേനും വന്ന് കാണാമെന്ന് ആലോചിച്ചു. ഇത്രയൊന്നും എടുക്കാൻ നിൽക്കല്ല, കാരണം തൊട്ടടുത്ത ആൾക്കാരുണ്ട്, ഇടിക്കും. ഓക്കെ, ജസ്റ്റ് ചുമ്മാ വന്നാൽ മതി, ഇത് മതി. എന്നിട്ട് ബ്രോയുടെ കാല് ഇങ്ങനെ വളർന്നിരിക്കണം, മുട്ട് അത്രയും ഇത് വളയണ്ട. ഇതിവിടെ വെച്ച് ഈ ലെവൽ വെച്ച് തിരിച്ച് വയ്ക്കുക, അതായത് ഹീലില്ലേ, ഹീൽ ഇവിടെ, അതായത് ഇങ്ങനെ വരണ്ട, ഒത്തിരി ഇങ്ങനെ വരണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. ഈ സ്ട്രെയിറ്റ് ആകും. സ്ലൈറ്റായിട്ട് ഈ ബെല്ലി ബട്ടൺ എപ്പോഴും നമ്മൾ ഏത് സൈഡിലേക്കാണോ ഫ്രണ്ട് പോസ് ചെയ്യണേ ആ കോർണറിലേക്ക് ആയിരിക്കണം ഈ ബെല്ലി ബട്ടൺ ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഹാൻഡ് എടുത്ത് ഹിപ്പിൽ വയ്ക്കുക. എന്തിനാ വിറക്കണേ? കുറച്ചുകൂടി ഫോർവേഡ് ചെയ്യും. ഈ ലെവലിലായിരിക്കണം ഈ കൈ വരേണ്ടത്. ഈ ലാറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യണം ഈ തമ്പ് കൊണ്ട്. ഓക്കെ, ഇതെപ്പോഴും ക്ലോസ് ആയിരിക്കണം. ഒന്നേ ബ്രോക്ക് ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, പക്ഷേ ഏതാണോ ബ്രോ പ്രിഫർ ചെയ്യണത് അത് മാത്രം വയ്ക്കുക. ഞാൻ പറയണത് ഇങ്ങനെ വെച്ചോ, ക്ലോസ് ചെയ്ത് വെച്ചോ. ഓക്കെ, എന്നിട്ട് ഈ എൽബോ ഇല്ലേ ഇങ്ങനെ വെക്കണം. ലൈക്ക് ദാറ്റ്. 2 ഷോൾഡർ നന്നായി ബ്രോ വിറയ്ക്കാണ്ടിരിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മതി. ബ്രോ പഠിച്ച് വെച്ചത് തെറ്റാണ്. അതാ മീൻസ് ബ്രോ ഇവിടെ നിന്ന് ചെയ്തിട്ട് ഇങ്ങനെ എന്തോ ചെയ്തത്, അത് കറക്റ്റ് അല്ല. ബ്രോ ബ്രോ പഠിച്ചത് ചെയ്ത്. ഇതിൽ ബ്രോയുടെ വി ടേബിൾ കാണാൻ പറ്റുന്നില്ല. നമ്മൾ പഠിച്ചു വെച്ചത് കുഴപ്പമുള്ള കേസല്ല, പക്ഷെ ഷോക്കേസ് ചെയ്ത് ലാറ്റ്സ് ഇതും കാണിക്കാൻ പറ്റണം. അപ്പോൾ ഇതിപ്പോൾ വരുമ്പോൾ ഞാൻ ബ്രോക്ക് ഇത് തന്നെ ചെയ്യാം. കണ്ടോ ബ്രോ ഇപ്പോൾ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഓക്കെ, പകരം ബ്രോ ചുമ്മാ ചെയ്താൽ മതി. ചുമ്മാ ചെയ്യുക, നിൽക്കുക, ഹിറ്റ് ചെയ്യുക. എൽബോ കുറച്ച് ഫോർവേഡ് ചെയ്യുക ഫ്രണ്ടിലേക്ക്. ഗുഡ്. ഇതാണ് ബാക്ക് സ്റ്റേജ് വരുന്നത് കേട്ടോ. സെയിം ടൈം അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. നല്ല വിശാലമായ ബാക്ക് സ്റ്റേജ്. ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേനും ബാക്ക് സ്റ്റേജാണ്. ആ ഒരു ക്രൗഡും എല്ലാവരും എന്താ പറയുന്നത്, അതിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇവരെല്ലാവരും സ്റ്റേജ് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ഹാപ്പിനെസ്സും അതേപോലെ ഒരു ചെറിയ ചെറിയ പേടിയും ഒരു ലൈഫുണ്ട് അവരുടെ ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുമ്പോഴത്തേനും. ഒരുപാട് പേര് പോസിങ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓഫ് ദ എല്ലാവർക്കും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പോസിങ് കറക്ഷൻസ് അവരുടെ കോച്ചും ഫ്രണ്ട്സൊക്കെ ചേർന്ന് ചെയ്യുന്നുണ്ട്. നമ്മളും ചെയ്ത് കൊടുത്തായിരുന്നു ചിലർക്ക് പോസിങ്ങിൻ്റെ കുറച്ച് കറക്ഷൻസൊക്കെ. കോമ്പറ്റീഷൻ പയ്യെ ഓണായി വരുന്നുണ്ട്. കുറച്ച് നേരത്തെക്കാളും ഡിലേ ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ ആയിരുന്നു, ബട്ട് പെട്ടെന്ന് അവർ കാറ്റഗറി ഫിനിഷ് ചെയ്ത് വിടുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ്. കൂടെ വന്നവരാരാണെങ്കിലും കാറ്റഗറി ഞാൻ കണ്ടില്ല, നല്ല ക്രൗഡ് സപ്പോർട്ടാട്ടോ അവിടെ നിന്ന് പറയാൻ. ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ കോമ്പറ്റീഷന് പോകുമ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. നൈസ്. ജൂനിയർ കാറ്റഗറി ആയിരുന്നു കേട്ടോ അത് നേരത്തെ കഴിഞ്ഞ. ദിസ് ഗൈ ഗോട്ട് സംതിങ് ഗോൾഡ് സെക്കൻഡ് പ്രൈസ്. കൺഗ്രാറ്റ്സ്. ഇതൊന്നും ആരാന്നോ അറിയില്ല, ബട്ട് എന്തായാലും ഒരു സന്തോഷ പ്രകടനങ്ങൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഹാപ്പിനെസ്.
ഹായ്, നമ്മുടെ പയ്യൻ്റെ ഇതാട്ടോ, ടീം ഡൈനോ. യെസ്, എനിക്കറിയാം, പക്ഷെ എനിക്ക് അവരുടെ ഫേസ് ഓർമ്മയ്ക്കില്ല. എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ അവരാണ് കോച്ച്. ജൂനിയർ കാറ്റഗറി, ജൂനിയർ ബോഡി ബിൽഡിംഗ് തന്നെ കേട്ടോ. അടുത്ത കാറ്റഗറി മെൻസ് എല്ലാത്തിനും സീനിയർ കാറ്റഗറി അവസാനത്തേക്കാണ് വെച്ചിരിക്കുന്നതെന്നുള്ള ന്യൂസ് ഇപ്പോൾ അറിയാൻ സാധിച്ചേക്കണത്. നമ്മൾ പോകുന്നതിന് മുമ്പ് ഇത് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. എറണാകുളത്ത് ടീം പ്രോ നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഇവിടെ ടീം ഡൈനോ പറന്ന് നിൽക്കുന്നത്. സോ അത്രയും എക്സ്പോഷർ ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിള്ളേരൊക്കെ പ്രൈസ് അടിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്, പോസിങ് പഠിക്കണം. കണ്ടോ, ഇത് റൈറ്റ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവിടെ തന്നെ നിൽക്കുക. ഇതാണ് പോസിങ് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇത് മെൻസ് ഫിസിക്ക് ജൂനിയർ 170 ബിലോ ആണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ വലതുവശത്തേക്ക് മാത്രം തിരിയുക. എന്നെ പറഞ്ഞു കൊടുക്കാം ആശാനെ. നമ്മൾ പോസിങ് പറഞ്ഞു കൊടുക്കാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് പോസിങ് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതൊരു സ്റ്റേജിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി പാടായിരിക്കും. അവൻ ആ ഫിയർ ഉണ്ട്, ബട്ട് ഇത് ബെറ്ററായിട്ടേ ചെയ്യുന്നത്. നമുക്ക് പേഴ്സണലി അറിയില്ല, ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു പ്രോയാണ്. എൻ്റെ പണ്ട് 2 കൊളീഗ്സിനെ കണ്ടു. ഞാൻ ഫസ്റ്റായിട്ട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഡെക്കാതിൽ ഇറങ്ങിയപ്പോഴത്തേനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ ബ്രോ ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഈ ബ്രോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് കാറ്റഗറിയിൽ ഇറങ്ങിയത്? 70 കാറ്റഗറിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. എനിക്ക് പ്രൈസിലായിരുന്നു കേട്ടോ. അന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഫേസ് മറന്നു പോയായിരുന്നു. പിന്നെ ബാസിത് ഉണ്ടല്ലോ, ബാസിത്തിന് അറിയുമെന്ന് അറിയില്ല, കുറച്ചുപേരെങ്കിലും അറിയായിരിക്കും. ബാസിത് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ടു നല്ല പരിചയം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷനൊക്കെ കണ്ടിട്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായമൊന്നും ഇല്ല, കണ്ടോണ്ടിരിക്കുന്നു അത്ര തന്നെ. എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ പ്രിപ്പയർ ആയില്ലായിരുന്നു. കുഴപ്പമില്ല, അടുത്തോട്ട് ഇറങ്ങാമല്ലോ. എന്തായാലും ഇവിടെ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എറണാകുളം വരെ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അടുത്തോട്ട് ഇവിടെ തന്നെ ഇറങ്ങിയാൽ മതി. ട്രാവൽ എക്സ്പെൻസിൽ അധികം. ഏത് കണ്ടതിൽ സന്തോഷം. ഇത് ജൂനിയർ മെൻസ് ഫിസിക് ഓവറോൾ ടൈറ്റിൽ ആരാ നോക്കുന്ന ഇൻഡിവിജ്വൽ പോസിംഗ് റൗണ്ട് ആണ്. പക്ഷെ പാട്ട് വരട്ടെ. പക്ഷെ കോപ്പറേറ്റ് അടിക്കുന്നത് പയ്യെ ചെയ്യ് ബ്രോ. Again, turn to right. Again, turn to right. Relax. Final pose round. Fight music. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പ്രിപ്പയർ ചെയ്തു, പക്ഷെ അത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ബ്രോ വന്ന് കാണിച്ചെന്ന ആ 2 സാധനം, മെയിനായിട്ട് ഫ്രണ്ട് പോസ്, അതാണ് എന്നെ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നതിനകത്ത് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റേജിൻ്റെ അകത്ത് ഞാൻ ഒരു സംഭവം കൊണ്ട് തകർത്ത്. സത്യം പറഞ്ഞു ഒത്തിരി താങ്ക്സ്, ലോട്ട് ഓഫ് താങ്ക്സ്. എൻ്റെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ക്ലൈൻറ്റ് പോലും അല്ലായിരുന്നു. എനിക്കിവിടെ ആകെ 2 ക്ലൈൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വാഷ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പഠിപ്പിച്ച് തരാമെന്ന് ചോദിച്ചാണ്. അത്രേ ഉള്ളൂ. നമ്മളെക്കൂടി പറ്റുന്ന പോലെ നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും.
എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ പ്രൈസ് മാൻ. ആണ് അവന് കിട്ടിയ ഒരു മെഡൽ എന്ന് പറയണത്. ഇവിടെ എനിക്ക് ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നവരോട് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഡിമാൻഡ് പൈസ മേടിക്കുന്നതോട് ആരോടും എന്താ പറയുക, ആരെയും ബ്ലെയിം ചെയ്യാനോ കുത്താനോ വേണ്ടി പറയുന്നതല്ല. അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു മെഡലെങ്കിലും അവർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെഡലാണ് ഇവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കേസ്. ഓക്കെ, ട്രോഫി ആണെങ്കിൽ ഞാൻ കണ്ടു. അപ്പം എനിക്ക് പറയാനുള്ളത് നടത്തുന്നവർ അറ്റ്ലീസ്റ്റ് അവർ ഡിസർവ് ചെയ്യുന്ന എന്തെങ്കിലും കൊടുക്കുക. അവർ സെക്കൻഡോ തേർഡോ ഫോർത്തോ എത്ര വേണമെങ്കിലും എടുത്തോട്ടെ. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു റിവാർഡ് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. അത് എൻ്റെ ഓഫ് ദി ഡേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് എനിക്കും ഗസ് എന്നതിലൂടെ പറയാനുള്ളത്. ഒരു ഇത്രയും നാൾ 5-8 മാസത്തെ പ്രെപ്പിന് കിട്ടിയതാണ് ഈ ഒരു പ്ലാസ്റ്റിക് മെഡൽ. 5 ദിവസത്തെ പോസ്റ്റിംഗിൽ സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചു. അല്ല 5 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് വേറെ ഒന്നുമില്ല. 5 ദിവസം കൊണ്ട് ഡയറ്റ്, 5 ദിവസം കൊണ്ട് പോസ്റ്റ്. ഓൾറെഡി കുറച്ച് കണ്ടീഷനിലായിരിക്കുമല്ലോ, അതിന് ഫാറ്റ് കയറിയിട്ടില്ലായിരിക്കുമല്ലോ. കാരണം ഞാൻ സ്പോർട്സ് ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു 6ാം ക്ലാസ്സിലൂടെ കളിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഫിറ്റ്നസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് നീ ഇറങ്ങി ചുമ്മാ ഇറങ്ങുക. അങ്ങനെ പിന്നെ 5 ദിവസം കൊണ്ട് ഡയറ്റ് പിടിച്ച് ഇത് കിട്ടി, ബോഡി ബിൽഡിങ്ങിലും കിട്ടി, മെൻസ് സീലും കിട്ടി. താങ്ക് യു സോ മച്ച് മാൻ. നെക്സ്റ്റ് കാണാൻ ഇവിടെ തന്നെയാണോ വീട്? ബെറ്റർ ആണ് തന്നെ. ഓക്കെ, ഏതിലേക്ക് ഇറങ്ങി? ബോഡി ബിൽഡിങ്ങിലും ഫിസിക്കലും ബോഡി ബിൽഡിംഗ് രണ്ടും ജോലിയാണ്. ശരി. മിഥുനള്ളിയിലുണ്ട്, മിഥുനള്ളിയിൽ എങ്ക പാത്താലും മിഥുനള്ളിയിൽ. കണ്ണൂരാ, അവൻ വന്നിട്ടില്ല. ഞാൻ തന്നെ എന്റെ കസ്റ്റഡിയായിട്ടാ വന്നത്. ഗോപിന് ഇവിടെ അല്ലേ വീട്? തൊട്ടടുത്താ. എന്റെ 2 ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്ലയന്റിനെ ഇവിടെ ക്ലയന്റ് അല്ല, ഒരു ബ്രോനെ കണ്ടു. ആ ഫോട്ടോ എടുക്കാം. സീനിയർ, ഇതാണ് സീനിയർ മെൻസ് ഫിസിക് 170 ബിലോ കാറ്റഗറിയിലുള്ള ലൈനപ്പ്. സോ ഇതിൽ സമീറുണ്ട്, നമ്മുടെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഡെക്കാത്തലോൺ ഷോയിൽ തേർഡ് അടിച്ച് നമ്മുടെ ക്ലയൻറ്റ് ഓൾറെഡി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. യു ക്യാൻ സി ഒരു ട്രാക്കിംഗ് നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചേക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രത്യേക ക്ലയൻ്റ് ആയിട്ടുള്ള സിബിനും ഉണ്ട്, റാങ്ക് നമ്പർ 030. അയ്യോ നൈസ് ഡൗൺ, നൈസ് ബ്രോ. ഇതിലാകെ കൃത്യമായിട്ടാണ് നമ്മുടെ ക്ലയൻറ്റ് മാത്രമല്ല, കൃത്യമായിട്ട് ആയിവാ. നൈസ് നൈസ് നൈസ്, പെർഫെക്റ്റ് പെർഫെക്റ്റ്. സമീർ ഫ്രണ്ട് തന്നെ നടുക്കില് ആയിവാ. നടന്നുകൊണ്ടിരിക്കുന്നത് Shower front double bicep. കുറച്ച് കഴിയുമ്പോഴത്തേനും പോകും. എനിക്ക് തുടക്കം പോലും അറിയാം. ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് ഇറങ്ങി. അത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരുമിച്ച് അന്ന് പറഞ്ഞില്ല, ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താ? കുറെ അലിഗേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. വന്നില്ലേ ഒരാളുടെ? അതെ അതെ, ഞാൻ ഇത് ഒഫീഷ്യലി അവർ എനിക്ക് അയച്ചില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ക്ലിയർ ചെയ്തു. ഞാൻ കുറച്ചുപേരുടെ കണ്ടായിരുന്നു. ഇല്ല, നമ്മളിപ്പോ ഈ അലിഗേഷൻ പറഞ്ഞ ആൾക്കാരല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരാ ഫെഡറേഷനിൽ നമ്മൾ എലിജിബിൾ ആണോ എന്നല്ലേ നോക്കേണ്ടത്. അവരല്ലേ നോക്കേണ്ടത്, അവരല്ലല്ലോ നോക്കേണ്ടത് നമ്മൾ എലിജിബിൾ ആണോ. ആ ബ്രോ ഞാൻ ഇപ്പൊ വരാവേ. അവിടെ
അലിഗേഷൻ നടത്തുന്ന ആൾക്കാരല്ലല്ലോ നമ്മളെ ടെസ്റ്റ് അതെ തീർച്ചയായിട്ടും എന്നെ പറയാം ഫെഡറേഷൻ അല്ല നമ്മളെ ടെസ്റ്റ് അവരെല്ലാം തീരുമാനിക്കണം നമ്മൾ ഇറങ്ങണോ വേണ്ടേ. അത് നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി. പിന്നെ ഇനി അവന്മാർ ഇനി എന്തിനു ഇറങ്ങി നമ്മളതിന്റെ കാര്യമല്ല. അടുത്ത നെക്സ്റ്റ് ഷോ ചെയ്യാനുള്ളത് നമ്മൾ നോക്കും. ഇനി ഏതാ ഷോ പ്ലാൻ ചെയ്യുന്നത്? നമ്മള് ഇന്റർനാഷണൽ പ്രോ ആയാലോ അല്ലേ? ഇനി പ്രോ ഷോ ചെയ്യാം അല്ലെങ്കിൽ തായ്വാൻ ആണെങ്കിലും എന്നാ തായ്വാൻ ഷോ എന്നാ വരുന്നത് അറിയോ? അപ്ഡേറ്റ് ഇല്ല. നെക്സ്റ്റ് Go back. നമ്മളെ Flight number 220, come forward. നമ്മള് ഇപ്പൊ ഈ ഷോ കഴിഞ്ഞില്ല, അതിന് ഒരു മാസം മുമ്പേ എന്തോ ഒരു മാസം മുമ്പ് കഴിഞ്ഞായിരുന്നു ഓൾറെഡി. കഴിഞ്ഞായിരുന്നു. കുറച്ച് ടഫാണ്. സുഖം ഇറങ്ങിയ ഒരാൾ ഇറങ്ങി, ആൾക്ക് ബോഡി ബിൽഡിംഗ് പ്രൈസ് കിട്ടി, പക്ഷെ മെൻസിസിൽ കിട്ടിയില്ല. ബോഡി ബിൽഡിംഗ് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോകാനുള്ള പരിപാടി. ഓക്കെ, നിങ്ങൾ ഇറങ്ങണോ? ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ഇല്ല, അതാ നിങ്ങൾ ഇറങ്ങണോ? നിങ്ങൾ ഇവരോടൊപ്പം വന്നല്ലേ? ഞാൻ കണ്ടായിരുന്നു ബ്രോ. എനിക്കൊരു റാൻഡം ആയിട്ട് ഒരാളെ കിട്ടിയായിരുന്നു, ഒരു ബ്രോ വന്ന് ചോദിച്ചിട്ടായിരുന്നു. നമ്മളിവിടെ കോമ്പറ്റീഷൻ കണ്ടായിരുന്നു ബ്രോ, റൈറ്റ് സൈഡല്ലേ നിന്ന്. അങ്ങനെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല ബ്രോ, അത് ബ്രോയ്ക്ക് അറിയാലോ എന്താണെന്നുള്ളത്. ബ്രോ തന്നെ പറഞ്ഞു. ബാക്കിയൊക്കെ സമയം എടുത്തു. നെക്സ്റ്റ് കോമ്പറ്റീഷൻ പെട്ടെന്ന് നോക്കണ്ട, ഓക്കെ, സമയം കൊടുത്ത് അയ്യ ചെയ്താൽ മതി. Senior 7 kg, 2 body weights. First place was number 186, Suraj. മൈക്ക് ഇവിടെ വയ്ക്കാൻ മറന്നു. നേരത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. 2 കാറ്റഗറി ചെയ്ത് 6200 രൂപയാണ് കിട്ടിയതായി. ഒരു ചുളുക്ക മെഡല്. കേക്കണം, അല്ല കുറ്റമായിട്ട് പറയാനല്ല, ഉദ്ദേശിച്ച് പറയണമൊന്നുമല്ല. നല്ല സ്റ്റേജോ കാര്യങ്ങളൊക്കെ ചെയ്തു, കണ്ടറിയാം. 6200 രൂപയുടെ മെഡലാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവണം. 2 കാറ്റഗറി ഒരു മെഡലേ കിട്ടിയുള്ളൂ. ഒരു സർട്ടിഫിക്കറ്റില്ല, തെളിവില്ല നമുക്ക് ഇതാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ മെഡലിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ട്രോഫി ഇല്ല. ഇവരുടെ ഫീലിങ്സ് അത്രയും ഡിസേർവിംഗ് ആണ്. ഇവരിത് പറയാൻ ഇവർ അർഹിക്കുന്നുണ്ട്. ഇവർ പറയാനായിട്ട് മാത്രമല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് സംടൈംസ് ഉപകാരം വരും ബ്രോ സ്ഥലം കാര്യങ്ങൾ. എന്തായാലും ബ്രോ കാണാം, നമുക്ക് ഇനിയും സ്ഥലങ്ങളിൽ വെച്ച് കാണാനുണ്ട്. നമ്മൾ കുറെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ഇനി കാണാം, കാണാം. വാങ്ങിച്ചു കൊടുക്കട്ടെ. പോട്ടെ ബ്രോ, പോട്ടെ ബ്രോ. ഹായ് ബ്രോ. ഹലോ, ഞാൻ തൊടുപുഴ. ബ്രോ എവിടെ സ്ഥലം? ഞാൻ ഇവിടെ. കൂടെ വന്നാണോ? കോളേജ് കൂട്ടുകാരല്ലോ. ഞങ്ങളിങ്ങനെ ഓൺലൈൻ വഴിയുള്ള പരിചയം. പറഞ്ഞായിരുന്നു അന്ന് കൊച്ചിയിൽ പോയപ്പോൾ. കൊച്ചിയിൽ വരാൻ പറ്റിയില്ല. ബ്രോ ഇറങ്ങിയില്ലേ? ഇല്ല ബ്രോ, ഞാൻ 2027 26 ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമുക്ക് നമ്മുടെ ഓവറോൾ മെൻസ് ഫിസിക് ചാമ്പ്യനെ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. പറ. പുതിയ ചാമ്പ്യൻ കേരള. തുടങ്ങിയെന്നൊരു തോൽവിന്നായിരുന്നു. ജയിച്ചുകൊണ്ടല്ല തുടങ്ങിയത്. അന്നുണ്ടായിരുന്ന ഒരു വിഷമവും ഒരു എന്താ പറയാ, ഒരു ആവേശവും എല്ലാം കൂടെ കൂടി തുടങ്ങിയതാണ്. 4-5 വർഷമായി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു വാശിയിൽ തുടങ്ങിയതാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. എല്ലാത്തിലും ഒരു തോൽവി വന്നിട്ട് വിജയം വരുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ട്. പറയാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ. എനിക്കറിയാം ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ക്ലാസ് ഷിഫ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് മെൻസിസിക്കായിരുന്നു. അപ്പോൾ വീണ്ടും ക്ലാസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ മെൻസിസിക്കായിട്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായല്ലോ ഏതാന്നുള്ള കേസ്. ഇതാണ് ഇപ്പോൾ ഇവിടെ ലൈഫ്. അപ്പൊ ഇനി നെക്സ്റ്റ് നാഷണൽ ലെവലുള്ള മത്സരങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി കേരളം നമുക്ക് വേണ്ട, നമുക്കിനി ഇന്ത്യ മതി. ഇന്ത്യ ICN, WNBF, WrestleMania, അന്നമാതിരി
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് ഡിസംബർ ജൂണിൽ വരുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ അത് മാക്സിമം ഓഫ് ചെയ്യും, അല്ലെങ്കിൽ സമയം കൊടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം കൊടുത്ത് സെറ്റാവും. കോച്ചൊക്കെ ഉണ്ടോ? തന്നെയാണോ പ്രിപ്പയർ ചെയ്തത്? തന്നെയാണ്. കട്ടിങ് ടൈം മാത്രമേ കോച്ച്. സംഭവം ഞാൻ എറണാകുളം ചെയ്ത ടൈം കോച്ച് ഇവിടെ ഇല്ലായിരുന്നു. കോച്ച് വന്നിട്ട് ചെറിയ ഇഷ്യൂസ് ആയിട്ട് ഇവിടെ ഇല്ല. അപ്പോഴേ ഞാൻ ബൾക്കിങ് ബാക്കി ഓൾമോസ്റ്റ് ടൈമും ഞാൻ ട്രെയിനറാണ് ഇവിടെ. ട്രെയിനറാണ്, ബോഡി മാസ്റ്റർ ഗോൾഡ് അമരോളയിലെ ട്രെയിനറാണ്. ഞാനൊരു 2-3 വർഷം കൊണ്ട് ട്രെയിനിങ് ഫീൽഡിലാണ്. സ്പോർട്സ് ജിമ്മിലെ ട്രെയിനറായിരുന്നു, ഇപ്പോൾ അമരോള ട്രെയിനറാണ്. ബൾക്കിംഗ് എല്ലാം ഞാനാണ്. ബാക്കി ഒരു 1 മന്ത് ഇപ്പൊ ജയിപ്പിക്കുന്ന അനന്ത് സൂര്യ. കട്ടിങ് ആകുമ്പോൾ ഞാൻ ട്രെയിനറെ വെച്ച് കട്ട് ചെയ്ത്. കഴിഞ്ഞ കോമ്പറ്റീഷൻ ട്രെയിനേഴ്സ് ഇല്ല, അവർ മെന്റലി ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ അതിനകത്തൊക്കെ വീട് ഇപ്പൊ പ്രോഡല്ലോ ഓവറോൾ ഇരിക്കണ്ടേ. ബ്രോ സ്ലാഷ് പഠിക്കുന്ന സമയത്ത് ഞാൻ മേ ബി ഉണ്ടാവില്ലായിരിക്കും. ഞാൻ പയ്യെ പോകാനുള്ള പരിപാടി ഓൾറെഡി ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചായിരുന്നു. ക്ലോസ് ചെയ്തപ്പോൾ പ്രോനെ പെട്ടെന്ന് കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി എന്തായാലും നെക്സ്റ്റ് മീറ്റ് സംഭവം ഡിലേ ആയിട്ട് തുടങ്ങിയാലും അവർ പരിപാടി തീർത്തു കേട്ടോ. എന്തായാലും ഞാൻ ചോദിച്ചായിരുന്നു എന്തായിരുന്നു റീസൺ വൈസ്. അപ്പോൾ പറഞ്ഞു ലൈക്ക് ഇതുപോലെ ആൾക്കാരെ കുറേ പേര് പോളിഗ്രാഫിൽ പിടിച്ച് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കൗണ്ട് കുറഞ്ഞു. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിലേ ആക്കിയാന്ന് പറഞ്ഞു. അപ്പോൾ പരിപാടി ഒരു 8-9 മണിയാകുമ്പോഴത്തേനും കഴിഞ്ഞു. ഓക്കെ ഫൈൻ. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നുണ്ട് വീഡിയോയുടെ സൈഡിൽ കൂടെ. കാരണം പറയുമ്പോൾ എല്ലാം പറയണല്ലോ, നല്ലതും പറയണം ചീത്തയും പറയണം. ഇപ്പോൾ ഒരു ഡിലേ ആണെന്ന് പറഞ്ഞാലും പക്ഷേ എൻ്റെ അടുത്ത് തുടക്ക സമയത്ത് എല്ലാവരും ഒന്ന് റഷ് അടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാൻ പറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഓവറോളിൻ്റെ സ്ലാഷ് കൊടുക്കാനുള്ള പരിപാടി അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തരാമോ? ബ്രോ ഞാൻ പോയിട്ടില്ല. ഞാൻ പോണെങ്കിൽ പോകാനുള്ള പരിപാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സെക്കൻഡൊക്കെ കിട്ടിപ്പോയി. പിള്ളേരുണ്ടല്ലോ, സബ് ജൂനിയറിൽ ഒരാൾ ഇറങ്ങി ടൈറ്റിൽ അടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. Rank number 118, Amal, please come to the center. Mr. Aravind. Trophy കൊടുക്കുന്നത് അരവിന്ദിനുണ്ട്. അരവിന്ദ്. Sub junior title. Mr. Amal. Trophy, sash, cash prize. Sharon. Junior title. Rank number 214, Simin Anthony, Ernakulam. Dr. Rahul. Junior men Vijay, Ajit Raj. Trophy നൽകുന്നതിനായി ഡോക്ടർ ക്രിസ്റ്റിയെ ക്ഷണിച്ചോളൂ. ഡോക്ടർ ക്രിസ്റ്റി. Next, men's classic. Midun Mohan. Trophy നൽകുന്നതിനായി ഡോക്ടർ കിഷോറിനെ ക്ഷണിച്ചോളൂ. ഡോക്ടർ കിഷോർ. മാസ്റ്റേഴ്സ് ചാമ്പ്യൻ സുനിൽ കുമാർ.
Next, women physique champion, rank number 18, Jinsey and Paul. സമ്മാനം കൊടുക്കുന്നതായി ഡോക്ടർ അരവിന്ദാൻ ടീം. Next, senior. ഡബിൾ ചാമ്പ്യൻ ആട്ടോ അജിത്ത്. അജിത്ത് ജൂനിയറിലും സീനിയറിലും ഓവറിലും എടുത്ത ആളാണ്. നമ്മളത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. Next, senior men physique, rank number 44, Ajit Raj. സാക്ഷി അടിക്കുകയായി അനൂപിനെ വിളിക്കുന്നു. അനൂപ്. ട്രോഫി നൽകാനായി ഡോക്ടർ അബിൻ, ഇൻഫ്ലുവൻസർ അബിൻ. Stop the music, please. Ascar Nutrition Natural Bodybuilding Competition Senior Champion of Champion ആയി സമ്മാനം നൽകാനായി മിസ്റ്റർ ഗ്ലാം വ്യാസൻ ക്ഷണിച്ചു. Accompanied by Alamin, Devu. Pulse clicks, no tricks, heartbeat, finish. എല്ലാവർക്കും പോയി ടൈലെടുത്തവര് ശീലമാക്കിയേക്കുക. 2025 Ascar Nutrition Mr. Kerala. Other bodybuilders. അപ്പോൾ കോമ്പറ്റീഷനെല്ലാം പിടിച്ചു വെച്ച് ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ ഞാൻ പറയുന്നുണ്ട്. ഇതല്ല വൈൻഡപ്പ് ഞാൻ പറയുന്നതായിരിക്കും. പോവാ ലാസ്റ്റ് ടൈം ഇതിന് അപ്പാ അതിനിപ്പോൾ എന്താ ഇവിടെ എടുക്കണോ? അവിടെ എടുക്കണോ? ഞാൻ ഇതിനെയും കൂടി ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പയ്യെ പോവാന്ന് ഓർത്തിട്ടാ. ഏഴാമത്തെ ആ നിന്റെ പുന്നളിയാ. അതെ ഞാൻ ആ വ്ലോഗിൽ പറയണ്ടായിരുന്നു പുള്ളി എവിടെ പോലും എന്തിനൊക്കെ ഉണ്ട്. ഇവിടെ എടുക്കാം ബ്രോ വരുന്നില്ല. ഡാൻസർ അല്ല ഞാൻ. അടിപൊളി വുമൻസിനൊക്കെ ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വുമൻസിന്റെ പോസിംഗ് അറിയില്ല, എനിക്ക് ബോഡി ബിൽഡിങ്ങിന്റെ പോസും അറിയില്ല. എനിക്ക് ക്ലാസിക് ഫിസിക്കും മെൻസ് ഫിസിക്കും പോട്ടെ, അതന്നെ പോട്ടെ, അതങ്ങനെ പോട്ടെ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അടിപൊളിയാണ്. ഇനി ഇങ്ങനെ ഗ്രാജുവലി പയ്യെ പഠിക്കാൻ കൂടെ കൊണ്ടുവരേണ്ട സാധനം പ്രൊഫഷണലിസം ആണ്. അതെങ്കിലാണ് നമ്മൾ തേടി വരുന്നവർ നന്നാവും. അപ്പോൾ പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നോ അറിയില്ല, ഗവൺമെന്റ് പോസ് വരെ തെറ്റ് കണ്ടെത്തിയ സംഭവങ്ങളുണ്ട്. അവർക്ക് തെറ്റ് പറ്റും, പക്ഷെ അത് നമ്മൾ നിർത്തി കൊടുക്കുമ്പോൾ നമ്മൾ വലിയ സംഭവം. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നീങ്ങിക്കോ. ഓക്കെ ബ്രോ, വിൽ സീ യു ഇൻ ഫ്യൂച്ചർ. ഓക്കെ തീർച്ചയായിട്ടും. നിങ്ങളുടെ അത്ര ബോഡി ഒന്നും ഇല്ലല്ലോ അളിയാ നിങ്ങളെ പിടിച്ചിരിക്കാനായിട്ട്. സെക്കൻഡ് ഉള്ളൂന്നാ. അപ്പൊ എനിക്കൊരു സെക്കൻഡ് പോലും ഇല്ല, ആകെ ഒരു മെഡൽ മാത്രമേ ഉള്ളൂ പാർട്ടിസിപ്പേഷൻ. എങ്ങനെയാണോ ട്യൂൺസാ കണ്ടാ പറയില്ലല്ലോ. എല്ലാരും വായോ എല്ലാരും നമ്മളെ ട്രെയിനർ. ഓ നൈസ് ടു മീറ്റ് യു. പേരെന്താ? അക്ഷയാനന്ദ്. ഞാൻ ചെറുതായി പോലും എല്ലാരും കൂടെ കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരെയും എവിടെയെങ്കിലൊക്കെ വെച്ച് ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ വിടവാങ്ങുകയാണ്. 11:30 ബസ്.
ഓക്കെ ബൈ സീ യു. ഓക്കെ ശരി വരാം. ആ അളിയാ സന്തോഷമായില്ലേ? വേണം ഇൻഫ്ലുവൻസറാണ്. അല്ലല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാവേ പോള പരിപാടി ബുദ്ധിനളിയാ എന്തുണ്ട്? ഞാൻ കണ്ടായിരുന്നു കോമ്പറ്റീഷൻ കണ്ടായിരുന്നു. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ അടിച്ചെടുത്തോണ്ട് വരല്ലേ? എന്താ ചെയ്യാ? വെറുതെ നടക്കല്ലേ? ഇപ്പൊ എത്ര ഏഴാമത്തെ 6ാമത്തെ പോയി ക്ലാസിക്കും ബോഡി ബിൽഡിങ്ങും. ഓക്കെ നമുക്ക് WNBF ടീമിലും നമ്മൾ ഇവിടെ അടിച്ചു. റെസ്റ്റ് എടുക്കുക. ഇനി കുറച്ചുകൂടെ ട്രസ്റ്റിലേക്ക് പോകും. ചാവണ വരെ ചെയ്യണം. നമുക്കുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു കണ്ട് സംസാരിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. കാണുമ്പോഴത്തേനും വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. തട്ടിയേക്കാം. ഓക്കെ അളിയാ അജിത് അളിയാ പോയേക്കോണേ. സി യു. ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ കാണണം. ഞാൻ പറഞ്ഞില്ല ഇനി ഈ സ്റ്റേജ് അല്ല, ഇനി കുറച്ചും കൂടി വലിയ സ്റ്റേജ്. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. തീർച്ചയായിട്ടും ഇറങ്ങോ. ഒരു കൂട്ടുകാരൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷമായില്ലേ? എന്താ വയ്യ? എന്ത് പറ്റി? വിഷമമാണോ അതോ എന്താ എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ? ഓക്കെയാണ്. കുറേ വർഷത്തെ ഒരു ട്രാവലിന് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഹാപ്പി ആവണം എന്തായാലും. ചെയ്യും തുടങ്ങിയുള്ളൂ. ഇനി ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അങ്ങനെ ബ്രോനെ എല്ലാവരും അറിയും. അങ്ങനെ ചെയ്യും. ഒരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് വെറുതെ വേസ്റ്റ് ആക്കരുത്. അതിൽ ബ്രോയ്ക്ക് എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ നിന്ന് ഒരുപാട് പൈസ പോകുന്നുണ്ട്. ബ്രോയ്ക്ക് ഡിസേർവ് ചെയ്യുന്ന ബ്രോ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്കുള്ള ഒരു സംഭവം ഈ ട്രോഫി ഒന്നും വരുന്നില്ല. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇതിന് പൈസ കണ്ടെത്തണം. നമുക്ക് ചിലവ് ഒരുപാട് പൈസ പോകുന്നുണ്ട് അല്ലേ? ഒരുപാട് പൈസ പോകും. എപ്പോൾ വേണമെങ്കിലും ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് ഞാൻ ബ്രോക്ക് ചെയ്തു തരാം. പോസ്റ്റിങ്ങിന് കറക്ഷൻ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് കുഴപ്പമില്ല. ബ്രോ വീഡിയോ വരട്ടെ. ബ്രോയ്ക്ക് ഫ്യൂച്ചറിൽ ബ്രോയ്ക്ക് എല്ലാത്തിനും ഇപ്പോൾ എനിക്ക് വന്നെങ്കിൽ ബ്രോയ്ക്ക് എന്തായാലും വരും. ഞാനൊരു അത്ലറ്റ് എന്താ പറയുക, ഞാനൊരു കോമ്പറ്റീഷനിൽ വിൻ പോലും ചെയ്തിട്ടില്ല. മൈൻഡ് സെറ്റ് ഈസ് എവരിത്തിങ് എനിക്ക് പറയാനുള്ളൂ. സെറ്റാവും. ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുത്തില്ല. ഇത് എടുക്കുന്നുണ്ടോ? എടുത്തു. നമുക്ക് അപ്പുറം എടുക്കാം. എൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ പോവാണ്. അടിപൊളി പോസിംഗ് ആയിരുന്നു കേട്ടാ. ഇത് എങ്ങനെ പോവാണോ? അത് ചേച്ചിയുടെ അല്ലേ? വായോ പിടിച്ചോ 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 പിടിച്ചോ. അങ്ങനെ ദിവസം കഴിഞ്ഞു. അവിടെ നിന്ന് എടുക്കും. ഇങ്ങനെ ഇട്ടോ, ക്രോസ് ഇട്ടോ. അതവർ ഇട്ട് കളയല്ലേ, ഇപ്പുറത്തേക്ക് ഇട്ടു. പക്ഷെ കാണാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടേ. പക്ഷെ ആരും അത് ഇട്ടിട്ടില്ല. അതൊന്നും സമയമില്ല. അവരിലേക്ക് ധൃതിയാ. അയ്യോ ഓക്കെ ബൈ. ചേട്ടനാണ്? കസിൻസ് അല്ലേ? നിങ്ങൾ 3 മക്കള്. ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കോമ്പറ്റീഷൻ ഓൺ ദ പോയിന്റ് ഓഫ് വ്യൂല് കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ പറഞ്ഞു കോമ്പറ്റീഷൻ നടന്ന സമയത്ത് ഡിലേ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഡിലേ എന്ന് വെച്ചപ്പോഴത്തേനും ആൾക്കാരെ കുറേ പേരെ പോളിഗ്രാഫ് ടെസ്റ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പീറ്റ് ചെയ്യാനായിട്ട് വന്നവരെ അറൗണ്ട് 100-150 പേരെ വന്നിട്ടുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അവർ ഒന്ന് ഡിലേ ആക്കിയതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തിനു ഡിലേ ആക്കിയത് എനിക്ക് മനസ്സിലായില്ല, അറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ ലൈറ്റിംഗ് കറക്റ്റാക്കാൻ മേ ബി ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. ഒരു ഫസ്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ തിരുവനന്തപുരത്ത് ഹെൽഡ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് തന്നെ ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും പൈസ കൊടുത്തിട്ട് ഇവിടെ വരുന്നവരാണ്. ഓക്കെ, ഞാൻ ഇൻക്ലൂഡിങ്, ഞാനും പൈസ കൊടുത്ത് കോമ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പറയണത് അറ്റ്ലീസ്റ്റ് അവർ ഡിസർവ് ചെയ്യുന്ന ഒരു സമ്മാനമെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ മെഡലും ഇതിന് വേണ്ടിയിട്ടല്ല അവർ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്. ഞാനിത് ഭയങ്കര റോയായിട്ട് തന്നെയാണ് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടവർക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചെയ്യുന്നവർക്ക് ജസ്റ്റ് മനസ്സിലാക്കുക. കുറ്റപ്പെടുത്തി പറയണോ, എനിക്ക് അങ്ങനെയും പറയുന്നില്ല. നിങ്ങൾ സങ്കടം കൊണ്ട് പറയുകയാണ്. ഭയങ്കര പരിതാപകരമാണ് ഈ ഒരു അവസ്ഥ. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറഞ്ഞു, എന്താ ഇവർ ഈ ചെയ്യുന്നത്, ഇത്രയും പൈസ മേടിച്ചിട്ട് നല്ലൊരു മെഡൽ പോലും തരാൻ പറ്റുന്നുള്ള കേസ്. അപ്പോൾ എനിക്കിത് പറയണം, അറ്റ്ലീസ്റ്റ് നല്ലൊരു പൈസ കൊടുത്തില്ലെങ്കിലും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു മൊമെൻ്റ് എങ്കിലും അവിടെ കൊടുക്കുക, നല്ലൊരു ട്രോഫി എങ്കിലും കൊടുക്കുക, നല്ലൊരു മെഡലെങ്കിലും കൊടുക്കുക, ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും കൊടുക്കുക. അതെനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറച്ച് ബന്ധങ്ങൾ പുതുക്കാൻ പറ്റി, കുറേ പേരെ കണ്ടു. വീണ്ടും ഒരുപാട് പേര് വന്ന് റെക്കഗ്നൈസ് ചെയ്തതിനും കണ്ട് സംസാരിച്ചതിനും ഫോട്ടോ എടുത്തതിനും എല്ലാം വളരെയധികം നന്ദിയുണ്ട്. സോ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. ഈവൻ ഓൾ ദ വേ ഫ്രം തൊടുപുഴ. നേരത്തെ എൻ്റെ നാഷണൽ ബോഡി ബിൽഡിംഗ് പോയി കോമ്പറ്റീഷനിലും ഇതിനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നെ. പക്ഷേ ഈ പ്രാവശ്യം ചില ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുക്കില്ല, അത് കുഴപ്പമില്ല. ബട്ട് പോയി. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രാവലിംഗ് ഒക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഫ്യൂച്ചറായിട്ടുള്ള ബിൽഡേഴ്സ്, നിങ്ങൾ കുറേ പേര് കണ്ടീഷൻ്റെ ഒന്നും അല്ലാണ്ടും പോസിംഗ് ഒന്നും കറക്റ്റ് ചെയ്യാണ്ടൊക്കെ വന്ന് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കോമ്പീറ്റ് ചെയ്ത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എനിക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ നന്നായിട്ട് സമയം കൊടുക്കുക. നിങ്ങളൊരു കോമ്പറ്റീഷന് മെൻ്റലി ഫിസിക്കലി നല്ല രീതിയിൽ പ്രിപ്പയർ ആണോ എന്ന് ശരിക്കും വിലയിരുത്തിയിട്ട് ശേഷം മാത്രം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പുൾ ഓഫ് ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, പോസിങ് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. എൻഡ് ഓഫ് ദ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് പുറത്തിറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കുള്ള ബോഡി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണാനാണോ അതോ വൾഗറായിട്ട് രീതിയിലുള്ള പ്രസൻറ്റ് ചെയ്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യാം, ചീത്തയായിട്ടും ചെയ്യാൻ പറ്റും, നല്ല രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുക. ഫൈൻഡ് യുവർ ടൈം ആൻഡ് ക്ഷമ വേണം, സമയം എടുക്കും എല്ലാത്തിനും. ഓക്കെ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ബ്രോ കോമ്പീറ്റ് ചെയ്യണം എന്നുള്ള വെച്ച്. ബ്രോ സമയം എനിക്കറിയാം എൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ള വെച്ച്. എനിക്ക് പോസിങ് അറിയാവുന്നതുകൊണ്ട് മാത്രം എനിക്ക് പ്രൈസ് കിട്ടില്ല. എനിക്ക് കുറച്ചെങ്കിലും ഒരു നല്ലൊരു ഫിസിക്കും കൂടി വേണം. ഓക്കെ, എനിക്കറിയാം എനിക്ക് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫിസിക്കുണ്ട്, ഞാനതിൽ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എനിക്കൊരു പ്രൈസ് വേണമെങ്കിൽ ഞാൻ ഇനി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സേവ് യുവർ മണി ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല കോമ്പറ്റീഷൻ ഫൈൻഡ് ചെയ്യുക, നല്ല കോച്ചിനെ ഫൈൻഡ് ചെയ്യുക, സമയം എടുക്കുക, ട്രസ്റ്റ് യുവർ പ്രോസസ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതൊക്കെ വീഡിയോ കിട്ടിയിട്ടുള്ളത് ശ്രമിക്കുന്നത്, കാരണം കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ നല്ലൊരു വ്ളോഗുമായിട്ട് ഫ്യൂച്ചറിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ